തൃത്താല മണ്ഡലം LDF സ്ഥാനാർത്ഥി മന്ത്രി MP രാജേഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ശനിയാഴ്ച ഉച്ചയോടെ തൃത്താല മണ്ഡലത്തിലെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറായ പട്ടാമ്പി തഹസിൽദാർ മുഖാനിയാണ് പത്രിക സമർപ്പിച്ചത്. LDF നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം പത്രിക സമർപ്പിക്കുവാൻ എത്തിയിരുന്നു. കേരള നിയമസഭയിലെ അംഗത്വം വഹിക്കുന്നതിന് ഒരു സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ കേരള നിയമസഭ നിയമമനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുമെന്നും ഭയഭക്തി പുരസ്സരം ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. മണ്ഡലത്തിൽ ഇത് രണ്ടാം തവണയാണ് MP രാജേഷ് ജനവിധി തേടുന്നത്. മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളുമെല്ലാം LDFന് അനുകൂലമാണെന്ന് പത്രിക സമർപ്പണത്തിന് ശേഷം MP രാജേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. വലിയ വികസന കുതിച്ചുചാട്ടമാണ് തൃത്താല മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ നടപ്പാക്കാനായതെന്നും MP രാജേഷ് അവകാശപ്പെട്ടു. തൃത്താലയിൽ നിന്ന് LDF സ്ഥാനാർത്ഥിയായിട്ട് ഒരിക്കൽ കൂടി ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ തൃത്താലയിൽ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കൂടുതൽ മികച്ച വിജയം LDFന് കൈവരിക്കാനാവും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ LDF ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ള സമാനതകളില്ലാത്ത വികസനക്ഷേമ പ്രവർത്തനങ്ങളാണ്. അതിന്റെ ഗുണഭോക്താക്കളാവാത്ത ഏതെങ്കിലും ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട് എന്ന് കരുതുന്നില്ല. എല്ലാ വിഭാഗം ആളുകൾക്കും ഏതെങ്കിലും നിലയിൽ സർക്കാരിൻ്റെ ഒരു കരുതൽ സഹായം ലഭിച്ചിട്ടുള്ളവരാണ്. 10 വർഷം കൊണ്ട് കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിലുണ്ടായ കുതിപ്പ് കേരളത്തിൻ്റെ ആകെ മുഖച്ഛായ മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം അതിൻ്റെ പ്രയോജനം വളരെ കൂടുതൽ അനുഭവിച്ചൊരു മണ്ഡലമാണ് തൃത്താല മണ്ഡലം. 1152.5 കോടി രൂപയുടെ 577 പദ്ധതികളാണ് കഴിഞ്ഞ 5 വർഷം തൃത്താലയിൽ നടപ്പിലാക്കിയത്. ഈ പദ്ധതികൾ എന്ന് പറയുമ്പോൾ അതിൽ അരനൂറ്റാണ്ടിലധികമായി തൃത്താലക്കാർ കാത്തിരുന്ന ഇതുവരെ നടക്കാതെ പോയ പദ്ധതികളുണ്ട്. കാങ്കപ്പുഴ പാലം, കുട്ടക്കടവ് റെഗുലേറ്റർ, അതുപോലെ തന്നെ ITI, സുശീലപ്പടിയിലെ റെയിൽവേ മേൽപ്പാലം, ഇങ്ങനെയുള്ള ഏറെക്കാലം കാത്തിരുന്ന പദ്ധതികളുണ്ട്. നേതാക്കളായ MR മുരളി, VK ചന്ദ്രൻ, PN മോഹനൻ, TP മുഹമ്മദ് തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു.